ഏവർക്കും മല്ലുമരികിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇതുവരെ നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഉടനടി സബ്സ്ക്രൈബ് ചെയ്ത് തൊട്ടടുത്തുള്ള ബെൽ ഐക്കൺ കൂടെ ഇനേബിൾ ചെയ്യും. നമ്മുടെ ലോകത്ത് കാലാകാലങ്ങളായി ചില വിചിത്ര സംഭവങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അതിനാസ്പദമായി മനുഷ്യർ പറയുന്നത് പല ഭീകര ജീവികളെയും കണ്ടു, അവരെ അറ്റാക്ക് ചെയ്തു എന്നൊക്കെയാണ്. എങ്കിൽ അത്തരത്തിലുള്ള വിചിത്ര സംഭവങ്ങളും ഭീകരജീവികളെയും കുറിച്ചാണ് ഈ അധ്യായത്തിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. നമ്പർ 1, യെതി. പല സിനിമകളിലും കാർട്ടൂണുകളിലും ഒരു സാങ്കല്പിക കഥാപാത്രമായി നമ്മൾ യെതിയെ കണ്ടിട്ടുണ്ട്. നൂറ്റാണ്ടുകൾക്ക് മുമ്പ് തന്നെ യെതി എന്ന വിചിത്ര ജീവിയെക്കുറിച്ച് പല കഥകളും പ്രചാരത്തിലുണ്ടായിരുന്നു. 13-ാം നൂറ്റാണ്ടിൽ ജീവിച്ചിരുന്ന റോജർ ബെക്കൺ എന്ന ചിന്തകൻ തൻ്റെ കൃതികളിലും ഇത് പരാമർശിച്ചിട്ടുണ്ട്. ഏഷ്യക്കാർ ഈ ജീവിയെ കെണിവെച്ച് പിടിച്ച് അതിന് തലച്ചോർ ഭക്ഷിക്കുമെന്നായിരുന്നു അതിൽ എഴുതിയിട്ടുണ്ടായിരുന്നത്. ഈ നൂറ്റാണ്ടിലും ഹിമാലയത്തിൽ ഈ ജീവിയെ കണ്ടതായി പലരും അവകാശപ്പെടുന്നുണ്ട്. പലരും ഇതിൻ്റെ സത്യാവസ്ഥ പുറത്തു കൊണ്ടുവരുവാൻ വേണ്ടിയിട്ട് ഇറങ്ങിത്തിരിച്ചെങ്കിലും ഇന്നും ഇതൊരു ചുരുളഴിയാത്ത രഹസ്യമായി തന്നെ തുടർന്നുകൊണ്ടിരിക്കുന്നു. നമ്പർ 2, അൽമ. ഏഷ്യയുടെ വടക്കുകിഴക്കൻ പ്രദേശങ്ങളിൽ യതിയോട് സമാനതകളുള്ള ഒരു പ്രാകൃത ജീവിയെ കണ്ടതായി പലരും അവകാശപ്പെട്ടു. പഴയ സോവിയറ്റ് യൂണിയൻ്റെ ചില ഭാഗങ്ങളിലും മംഗോളിയ, ചൈന എന്നിവിടങ്ങളിലുമായി ഇത്തരമൊരു ജീവിയെ കണ്ടതായി പറയപ്പെടുന്നു. അൽമ എന്നാണ് ഈ ഭാഗങ്ങളിൽ ഈ പ്രാകൃത മനുഷ്യൻ അറിയപ്പെടുന്നത്. 1957 ലെനിൻഗ്രാഡ് യൂണിവേഴ്സിറ്റിയിലെ പ്രൊഫസറായിരുന്ന ഡോക്ടർ അലക്സാണ്ടർ ജി ബ്രോനിൻ പാമിർ മൗണ്ടൻസിലൂടെ ഒരു റിസർച്ചിനായിട്ടുള്ള യാത്ര നടത്തുകയുണ്ടായി. ആ യാത്രക്കിടയിൽ ഒരു തടാകത്തിന് തീരത്ത് അദ്ദേഹം വിശ്രമിക്കുമ്പോൾ മറുകരയിലായി ഒരു ദൃശ്യം കാണാനിടയായി. മനുഷ്യൻ്റെ രൂപമുള്ള 2 കാലിൽ നടക്കുന്ന ഒരു ജീവിയെ അദ്ദേഹം കാണുവാനിടയായി. ബ്രോനിൻ്റെ വിവരണമനുസരിച്ച് ആ ജീവി അല്പം കുനിഞ്ഞായിരുന്നു നടന്നിരുന്നത്. ദേഹമാസകലം ചുവന്ന ചാരനിറം കലർന്ന രോമങ്ങൾ ഉണ്ടായിരുന്നു. പൂർണ്ണ നഗ്നരായാണ് ബ്രോനിൻ ആ ജീവികളെ കണ്ടത്. അൽമയെ കണ്ടെന്ന് ബ്രോനിൻ അവകാശപ്പെട്ടെങ്കിലും പലരും അദ്ദേഹത്തെ പരിഹസിക്കുകയാണ് ഉണ്ടായത്. പലരും വിശ്വസിച്ചത് അവ നരഭോജികളായ കാട്ടുവാസികളാണെന്നാണ്. ഇന്നും അതൊരു ചുരുളഴിയാത്ത രഹസ്യമായി തുടരുന്നു. നമ്പർ 3, അമേരിക്കൻ കങ്കാരു. ഓസ്ട്രേലിയയാണല്ലോ കങ്കാരുക്കളുടെ നാട്. പിന്നെന്താണ് ഈ അമേരിക്കൻ കങ്കാരു എന്ന് നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടാവും. കങ്കാരുക്കളുടെ നാട് ഓസ്ട്രേലിയയാണെന്ന് നമുക്കെല്ലാം അറിയാം. എന്നാൽ അമേരിക്കയിലെ ചില പ്രദേശങ്ങളിൽ ഇവയെ കണ്ടെത്തിയതായി ചിലർ അവകാശപ്പെടുന്നുണ്ട്. ഇത് നടക്കുന്നത് 1974 ഒക്ടോബർ 18-നാണ്. അന്നേ ദിവസം ചിക്കാഗോ പോലീസ് സ്റ്റേഷനിലേക്ക് ഒരു കോൾ വരികയുണ്ടായി. തൻ്റെ വീടിന് സമീപം ഒരു വലിയ കങ്കാരുവിനെ കാണാനിടയായി, അത് ഞങ്ങളെ ആക്രമിക്കാൻ പോവുകയാണ് എന്നായിരുന്നു സന്ദേശം. പോലീസ് ഉടൻ തന്നെ സ്ഥലത്തെത്തി കങ്കാരുവിനെ പിന്തുടർന്നെങ്കിലും അതിനെ പിടികൂടാനായി സാധിച്ചില്ല. അതിനുശേഷം പോലീസ് വൻ തിരച്ചിൽ നടത്തുക തന്നെയുണ്ടായി. ഷിക്കാഗോയുടെ പരിസര പ്രദേശങ്ങളിലുമായി 100ഓളം പോലീസുകാർ തിരച്ചിൽ നടത്തിയെങ്കിലും അത്തരത്തിലൊരു കങ്കാരുവിനെ എവിടെ നിന്നും കണ്ടെത്താനായിട്ട് സാധിച്ചില്ല. ഓസ്ട്രേലിയയിൽ നിന്നുമുള്ള കങ്കാരു എങ്ങനെ അമേരിക്കയിൽ എത്തി എന്നുള്ളത് ഇന്നും ചുരുളഴിയാത്ത ഒരു രഹസ്യമായി തുടർന്നുകൊണ്ടേയിരിക്കുന്നു. നമ്പർ 4, അനാക്കോണ്ട. ഇവർ നമുക്ക് വളരെ സുപരിചിതരാണ്. പല ഹോളിവുഡ് മൂവീസിലൂടെയും നമ്മൾ ഇവരെ ദിനം പ്രതി കണ്ടുകൊണ്ടിരിക്കുന്നുണ്ട്. തെക്കേ അമേരിക്കയിലെ ഭീമാകാരന്മാരായ പാമ്പുകളാണ് അനാക്കോണ്ടകൾ. ഇവയുടെ വലിപ്പത്തെ ചൊല്ലി പല തർക്കങ്ങളും നിലനിൽക്കുന്നുണ്ട്. ഏറ്റവും ഒടുവിലത്തേത് ബ്രസീലുകാരനായ ഒരു ചെറുപ്പക്കാരൻ താൻ 131 അടി നീളമുള്ള അനാക്കോണ്ടയെ പിടിച്ചു എന്ന അവകാശവാദവുമായി മുന്നോട്ട് വരികയാണ് ഉണ്ടായത്. എന്തായാലും ഇതുവരെ അംഗീകരിക്കപ്പെട്ടതിൽ ഏറ്റവും നീളം കൂടിയ അനാക്കോണ്ടയാണ് 1960 ബ്രസീലിൽ നിന്ന് കണ്ടെത്തിയത്. അതിന് ഏകദേശം 27 അടി നീളമുണ്ടായിരുന്നു. എന്നാൽ ഫ്രഞ്ച് ചിത്രകാരനായ ബെനോക്കോസിൻ്റെ അവകാശവാദം 1947 ബ്രസീലിലൂടെ താൻ യാത്ര ചെയ്യുമ്പോൾ 74 അടി നീളമുള്ള അനാക്കോണ്ടയെ ചിലർ പിടികൂടുന്നത് കണ്ടെന്നാണ്. എന്നാൽ ഇന്നും ഇക്കൂട്ടരുടെ വലിപ്പം ചുരുളഴിയാതെ തന്നെ നിലനിൽക്കുന്നു. നമ്പർ 5, അന്യഗ്രഹ ജീവികൾ. കാലാകാലങ്ങളായി പാശ്ചാത്യരും നമ്മുടെ നാട്ടുകാരും വിശ്വസിക്കുന്ന ഒന്നുണ്ട്, അന്യഗ്രഹ ജീവികളുണ്ടോ ഈ നാട്ടിലെന്ന്. പലരും അതിനുള്ള തെളിവുകളുമായിട്ടാണ് മുന്നോട്ട് വന്നിട്ടുള്ളത്. അന്യഗ്രഹ ജീവികളെക്കുറിച്ച് ഒരു സങ്കല്പം നമ്മുടെ മനസ്സിലുണ്ട്. അതിങ്ങനെയാണ്: ഏകദേശം 4 അടിയിലധികം ഉയരം, വെളുത്തതോ ചാരനിറത്തിലുള്ളതോ ആയ ശരീരം, കാൽമുട്ടുകളോളം എത്തുന്ന കൈകൾ, സ്വാഭാവിക മനുഷ്യരെക്കാളും എണ്ണത്തിൽ കൂടുതലുള്ള കൈവിരലുകൾ, മൊട്ടത്തല, ബദാമിൻ്റെ ആകൃതിയിലുള്ള മുഖം, കൂർത്ത താടിയും
കീറൽ പോലുള്ള വായും, മൂക്കിൻ്റെ ഭാഗത്ത് 2 തുളകൾ മാത്രം. ശരീരത്തോട് ഇറുകി പിടിച്ചിരിക്കുന്ന വസ്ത്രങ്ങളായിരിക്കും അവർ ധരിച്ചിട്ടുണ്ടാവുക. അനേകം സവിശേഷതകളുള്ള ഈ ജീവികൾ നടക്കുന്നതിന് പകരം പ്രേതങ്ങളെ പോലെ ഒഴുകുകയാണെന്നാണ് സങ്കല്പം. സംസാരിക്കുന്നതിന് പകരം ഇവർ ടെലിപ്പതിയിലൂടെയാണത്രേ ആശയവിനിമയം നടത്തുന്നത്. എന്നാൽ ഇതിൽ നിന്നും വ്യത്യസ്തമായി പലരും ഉയരം കൂടിയ താടിയും മുടിയുമൊക്കെയുള്ള അന്യഗ്രഹ ജീവികളുണ്ടെന്നും പറയപ്പെട്ടിട്ടുണ്ട്. എന്നാൽ ഇതൊക്കെ ഒരു ചുരുളഴിയാത്ത രഹസ്യമായി ഇന്നും തുടർന്നു പോയിക്കൊണ്ടേയിരിക്കുന്നുണ്ട്. ഈ ഇടയ്ക്ക് പോലും ഒരു മലമുകളിൽ പറക്കുന്തളിക വന്നിട്ട് ആൾക്കാരെ ഇറക്കുന്നതായിട്ടുള്ള ദൃശ്യങ്ങൾ സോഷ്യൽ മീഡിയയിൽ വൈറലായിരുന്നു. നമ്പർ 6, മെർമെയ്ഡ്, മത്സ്യകന്യക. കടലിലെ ഏറ്റവും വലിയ ദുരൂഹത നിറഞ്ഞ ഒന്നാണ് മത്സ്യകന്യക ഉണ്ടോ ഇല്ലയോ എന്നുള്ളത്. പലരും മത്സ്യകന്യകയെ കണ്ടു എന്ന് അവകാശപ്പെട്ട് മുന്നോട്ട് വന്നിട്ടുണ്ട്. എന്നാൽ ഒന്നിനും കൃത്യമായ തെളിവുകൾ അവർക്ക് സമർപ്പിക്കാൻ സാധിച്ചിട്ടില്ല. മത്സ്യകന്യകയുടെ പേരിൽ പല തട്ടിപ്പുകളും നമ്മുടെ ഈ ലോകത്ത് അരങ്ങേറിയിട്ടുണ്ട്. അതിൽ ഏറ്റവും പ്രധാനം 19-ാം നൂറ്റാണ്ടിൽ നടന്ന ഒന്നാണ്. ക്യാപ്റ്റൻ ഈറ്റ്സ് ആയിരുന്നു അതിൻ്റെ സൂത്രധാരൻ. അദ്ദേഹം ഒരു മത്സ്യകന്യകയുടെ ജഡം പല സ്ഥലങ്ങളിൽ കൊണ്ടുപോയി എക്സിബിഷന് വയ്ക്കുകയുണ്ടായി. അത് കുറേ കാലം തുടർന്നുകൊണ്ടേയിരുന്നു. അപ്പോൾ റോയൽ കോളേജ് സർജനായിരുന്ന സർ എവറാസ് ഹോം മത്സ്യകന്യകയുടെ ജഡം പരിശോധനയ്ക്ക് വിധേയമാക്കണമെന്ന് ക്യാപ്റ്റനോട് ആവശ്യപ്പെട്ടു. ക്യാപ്റ്റൻ ഈറ്റ്സ് അതിനായുള്ള സമ്മതം മൂളി. പരിശോധനയിൽ ഈറ്റ്സിൻ്റെ മത്സ്യകന്യക ഒരു തട്ടിപ്പാണെന്ന് മനസ്സിലായി. ആൾക്കുരങ്ങിൻ്റെയും മറ്റും ശരീരഭാഗങ്ങൾ വെച്ച് തുന്നിയാണ് ഈറ്റ്സ് മത്സ്യകന്യകയെ ഉണ്ടാക്കിയിരുന്നത്. അതോടുകൂടി ആ തട്ടിപ്പ് പുറത്തായി. ഇന്നും മത്സ്യകന്യക ഒരു ചുരുളഴിയാത്ത രഹസ്യമായി തുടരുന്നു.